ഈ മാനസിക രോഗം മൂത്താൽ, മാനസിക രോഗികളെ കളിയാക്കാൻ വേണ്ടിയല്ല, അവർക്ക് സ്വാഭാവികമായി അസുഖത്തിൻ്റെ ഭാഗമായി അവരവരുടെ ശരീരം തന്നെ കടിച്ചു മുറിക്കുന്ന ചിലതൊക്കെ ഉണ്ട്. ചിലർ ഈ അൾഷൈമേഴ്സിലും മാനസിക രോഗാവസ്ഥയിലുമൊക്കെ ഈ അവരവരുടെ വിസർജ്യം തന്നെ ശരീരത്ത് പുരട്ടുകയും ചിലരൊക്കെ വാരി അങ്ങനെ ചെയ്യുകയും ഇങ്ങനെ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. അതൊക്കെ അവരുടെ രോഗത്തിൻ്റെ പ്രശ്നമാണ്. അതിനൊക്കെ ചികിത്സയുണ്ട്, മരുന്ന് കൊടുത്ത് മയക്കുന്നവരുണ്ട്, ഉറക്കുന്നവരുണ്ട്, ഇതൊക്കെയുണ്ട്. നമ്മുടെ ശശികലയ്ക്ക് അത്തരമൊരു സവിശേഷമായ രോഗമാണ് ഇപ്പോൾ പിടിപെട്ടിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഒന്നും കിട്ടുന്നില്ല. എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കാൻ വേണ്ടി കേരളത്തിൽ പല മാർഗങ്ങളും നോക്കി. പള്ളി അമ്പലവും വെച്ച് കത്തിച്ച് നോക്കി, അമ്പലത്തിൻ്റെ നിറങ്ങളും പള്ളിയുടെ പെയിൻറ്റും വെച്ച് കത്തിച്ച് നോക്കി, പിന്നെ അതുകൂടാതെ ക്രിസ്ത്യാനിയെയും മുസ്ലിങ്ങളെയും വെച്ച് കത്തിച്ച് നോക്കി, പിന്നെ മുനമ്പവും കുംഭവും വെച്ച് കത്തിച്ച് നോക്കി, മേടവും ഇടവും വെച്ച് കത്തിച്ച് നോക്കി, മിഥുനവും കർക്കിടകവും വെച്ചും കത്തിച്ച് നോക്കി. എന്നിട്ടൊന്നും ഒരു രക്ഷയില്ല. മലയാളികൾ അതിൻ്റെ സന്ദർഭം വരുമ്പോൾ ചേർന്നങ്ങ് നിൽക്കുക. എങ്ങനെയെങ്കിലും ഒന്ന് ഉണ്ടാക്കിക്കൊണ്ട് വരുമ്പോഴാണ് പാളയം പള്ളിയിൽ ഇമാമ് പറയുന്നത്, പൊങ്കാല വരുമ്പോൾ നിങ്ങൾക്ക് നോമ്പാണെങ്കിലും എല്ലാവർക്കും വെള്ളം കൊടുക്കണം, ഡോറ് തുറന്നിട്ട് കൊടുക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്നത്. ഇലക്ഷൻ വരുമ്പോഴോ മുസ്ലിം ക്രിസ്ത്യാനിയാണോന്നോ ഹിന്ദു ആണോന്നോ അല്ലെങ്കിൽ തിരിച്ച് ഓരോ സമുദായവും ആരാണ് സ്ഥാനാർത്ഥിയെന്നൊന്നും നോക്കുന്നില്ല. ഈ പറഞ്ഞ വിദ്വേഷത്തെ തോൽപ്പിക്കുക എന്ന് പറയുന്ന ഒറ്റ ഉദ്ദേശത്തിൽ അങ്ങ് വോട്ട് ചെയ്യുവാണ്. ഇതെല്ലാം കണ്ട് മനം മടുത്ത് ഒന്നും കിട്ടാതെ വന്നപ്പോൾ ഇന്നലെ ശശികല തന്നെ ഒരു കാർഡ് കാഷ്ടിച്ചു. ആ കാർഡിലെ വാചകം എന്താണെന്നറിയോ? പശ്ചിമ ബംഗാളിൽ ന്യൂനപക്ഷ വേട്ട തുടർന്നാൽ കയ്യും കെട്ടി നോക്കി നിൽക്കില്ല സാദിഖ് അലി തങ്ങൾ. ആരാ? സാദിഖ് അലി തങ്ങളെ, പാണക്കാട് സാദിഖ് അലി തങ്ങൾ പറഞ്ഞെന്ന് കയ്യും കെട്ടി നോക്കി നിൽക്കില്ല എന്ന് പറഞ്ഞാൽ ഒരു ഭീഷണി പോലെ, ഒരു കായികമായി നേരിടും എന്ന് പറയുന്ന ഒരു ഭീഷണി പോലെ ഒരു കാർഡ് അങ്ങ് ഉണ്ടാക്കി. ആ കാർഡ് ഉണ്ടാക്കിയത് ആരായിരിക്കും? ശശികല. ഈ ശശികലയ്ക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുന്ന ഗുണ്ടാസംഘത്തെ കൊണ്ടോ അല്ലെങ്കിൽ അതുപോലുള്ള ഒരു സംഗതി കൊണ്ടോ ഒരു കാർഡ് അങ്ങ് കാഷ്ടിച്ചു. ഇത് വേറെ ആരും കണ്ടില്ല. എന്നിട്ട് അതിൽ നിന്നൊരു കാർഡ് എടുത്ത് സ്വന്തമായിട്ട് അങ്ങൊരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റിൽ പറയുന്നത്, നിൽക്കരുത് തങ്ങളെ നിൽക്കരുത്, പട നയിക്കണം ബംഗാളിലേക്ക്, അതിനുള്ള സീറ്റൊക്കെ കേരളത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ടല്ലോ, ചലോ ചലോ ബംഗാൾ. ഇത്രയും നാൾ അവിടെ ഭൂരിപക്ഷ വേട്ട നടന്നപ്പോൾ കയ്യും വായും കെട്ടി കുത്തിയിരുന്ന മുതലാണ് ഈ മതേതര മാനവൻ എന്ന് മറക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ, സ്വന്തമായിട്ടൊരു സംഗതി ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് ഈ വിദ്വേഷ വിസർജ്യം അതുമൂലമുണ്ടാകുന്ന ദുർഗന്ധം കേരളം മുഴുവൻ വമിപ്പിക്കുകയാണ്. അവരുടെ പേരാണ് ശശികല. പാണക്കാട് തങ്ങൾ എന്ത് പറയുമെന്നും ആ സംസാരിച്ചിട്ടുള്ള ഭാഷയും അദ്ദേഹം പറഞ്ഞിട്ടുള്ള സന്ദേശവും അദ്ദേഹത്തിൻ്റെ ചേർന്ന് നിൽക്കലും ഒക്കെ കണ്ടതാണ്. ഇപ്പോൾ ഈ എന്താണ് സാദിഖ് അലി തങ്ങളെ ഉന്നം വെക്കാനെന്ന് ചോദിച്ചാൽ, സാദിഖ് അലി തങ്ങളിൽ കുറച്ച് ഔഷധമൂല്യമുണ്ട് എന്ന് ശശികലയ്ക്ക് തോന്നിത്തുടങ്ങി. വയനാട്ടിലെ വീട് വെച്ചു കൊടുത്തു. അത് ശശികല ആഗ്രഹിച്ചതുപോലെ എല്ലാം തങ്ങൾ കുഞ്ഞിനും കോയാ കുഞ്ഞിനും ഒന്നുമല്ല. പിന്നെ ആ വീട് വെച്ച് കൊടുത്തു എന്ന് മാത്രമല്ല, ആ കൊടുത്ത വീടുകളിൽ അവരവരുടെ വിശ്വാസമനുസരിച്ചുള്ള കയറി താമസം അല്ലെങ്കിൽ ഹൗസ് വാമിംഗ് നടത്താൻ പറഞ്ഞു. അതിന് തങ്ങൾ സാക്ഷിയായി. അവിടെ പോയി കണ്ടു, മനുഷ്യരോട് സംസാരിച്ചു. എന്നാൽ ശശികലയ്ക്ക് ഓടി നടന്ന് വിദ്വേഷ വിസർജ്യം കാഷ്ടിക്കലല്ലാതെ വേറൊന്നും നടക്കുന്നില്ല. അതിനാണ് പറഞ്ഞത് 725 വീടുകൾ ആലപ്പുഴയിൽ വെച്ചു കൊടുത്തു എന്നൊക്കെ പറഞ്ഞത്. കിടന്നുറങ്ങിയപ്പോൾ സ്വപ്നം കണ്ടതാ. അപ്പോൾ അങ്ങനെയെല്ലാം നിൽക്കുമ്പോഴാണ് ഒരു മാർഗവും ഇല്ലാത്തതിന് ഒരു കാർഡും കൊണ്ട് രംഗത്ത് വന്ന് ഈ പറയുന്ന കാര്യം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഹിന്ദുമത വിശ്വാസികളോടും വിവിധ മതങ്ങളിൽ വിശ്വസിക്കുന്നവരോടും മനുഷ്യരോടുമുള്ള അഭ്യർത്ഥന, ഈ ദുർഗന്ധത്തിൽ നിന്ന് എത്ര അകലം പാലിക്കാമോ അത്രയും ആ ദുർഗന്ധത്തിൻ്റെ വാസന നമുക്ക് കുറഞ്ഞിരിക്കുമെന്ന് മാത്രമല്ല, സുഗന്ധത്തോട് അത്രയും അടുത്തിരിക്കുകയും ചെയ്യും.